അശാസ്ത്രീയമായി അടിച്ചേൽപ്പിച്ച കെട്ടിട നിർമ്മാണ നിരോധനം, കർഷക വിരുദ്ധ ചട്ടങ്ങൾ, വനഭൂമി ഉത്തരവുകൾ എന്നിവ റദ്ദാക്കണമെന്നും തടഞ്ഞുവെച്ച പട്ടയ വിതരണവും കുത്തകപ്പാട്ടവും പുനരാരംഭിക്കണമെന്നും ആവശ്യപ്പെട്ട UDF ഇടുക്കി ജില്ലാ ചെയർമാൻ എന്ന നിലയിൽ റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാറിനെ നേരിൽ കണ്ട് നിവേദനം നൽകിയതായി ജോയ് വെട്ടിക്കുഴി പറഞ്ഞു. വിഷയം അത്യന്തം ഗൗരവത്തോടെ കാണുന്നുവെന്നും ഇടുക്കിയിലെ ജനങ്ങളുടെ ഈ വലിയ പ്രതിസന്ധിയിൽ അടിയന്തരമായി ഇടപെട്ട അനുകൂല നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായും UDF ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി വ്യക്തമാക്കി. ജനങ്ങളെ കോടതിയിൽ വലിയ കുഴപ്പക്കാരായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ആ വക്കീലുമാരെ എല്ലാം മാറ്റണം. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിലപാടെടുക്കുന്ന വക്കീലുമാരെ നിയമിക്കണം. അങ്ങനെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമുള്ള കേസുകൾ അത് പൂർണ്ണമായും കയ്യേറ്റക്കാരെ ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല. കയ്യേറ്റക്കാരെ എല്ലാവരെയും ഒഴിവാക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ അവിടെ താമസിച്ചിരിക്കുന്ന കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകളെ ഉടനെ ന്യായങ്ങൾ പറഞ്ഞ് ഒഴിവാക്കാനുള്ള ശ്രമം പാടില്ല. കഴിഞ്ഞ വളരെ വർഷങ്ങളായി UDF ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശന് ഈ കാര്യങ്ങളെല്ലാം നല്ല ബോധ്യമുള്ളയാളാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും എന്താണ് പരിഹാരം എന്നുള്ളതിനെ സംബന്ധിച്ചും അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ റവന്യൂ മന്ത്രിയുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ആലോചിച്ച് ഏറ്റവും അടിയന്തരമായി ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുമെന്ന് അദ്ദേഹം ഉറപ്പു.